ഇംഗ്ലീഷിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മളെ പതിവായിട്ട് കൺഫ്യൂഷൻ എടുപ്പിക്കുന്ന ഒരു ഫ്രേസ് ആണ് യൂസ് ടു അല്ലേ. അപ്പൊ യൂസ് ടു എങ്ങനെയൊക്കെയാണ് ഒരു സെന്റൻസിൽ വർക്ക് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതെങ്ങനെ ഒരു മോഡൽ ഓക്സിലറി വേർബായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. അതായത് ഐ യൂസ് ടു ലിവ് ഹിയർ, ഷീ യൂസ് ടു മീറ്റ് മീ, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റൻസസിൽ യൂസ് ടു എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കുന്നത്. സബ്ജക്ട് കഴിഞ്ഞ് ഡയറക്റ്റ് യൂസ് ടു എന്നുള്ള ആ ഒരു ഫ്രേസ് ആണ് ഉപയോഗിക്കുന്നത്, ആ ഒരു മോഡൽ ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. ഇടയിൽ ബീന്റെ ഫോംസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഐ ആം യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി, അതായത് ഞാൻ നേരത്തെ എണീക്കുന്നത്, ആ ഒരു കാര്യവുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. ഇവിടെ യൂസ് ടുവിന്റെ അർത്ഥം അക്കസ്റ്റംഡ് ടു, അതായത് ഒരു ശീലമായി കഴിഞ്ഞു, എന്തോ ഒരു കാര്യം ശീലമായി കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ യൂസ് ടു ആസ് ആൻ അഡ്ജക്റ്റീവ് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. വി ആർ യൂസ് ടു ലിവിംഗ് ഇൻ എ സ്മോൾ അപ്പാർട്ട്മെന്റ്. ദാറ്റ് മീൻസ് ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ, അതായത് ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ ജീവിക്കുന്നതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ അതുമായിട്ട് അക്കസ്റ്റംഡ് ആണ് എന്നാണ് ആ ഒരു സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ യൂസ് ടു ആസ് ആൻ അഡ്ജക്റ്റീവ് ആ ഒരു സെന്റൻസിൽ, അതായത് യൂസ് ടു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇടയിൽ സബ്ജക്ട് കഴിഞ്ഞിട്ട് ആ യൂസ് ടുവിന്റെ ഇടയിൽ നമുക്ക് ബീന്റെ ഒരു ഫോം നിർബന്ധമായിട്ട് വേണം. ബീന്റെ ഫോംസ് അറിയാലോ, ആം, ഇസ്, ആർ, വാസ്, വേർ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ബീന്റെ ഫോംസ്. ഇനി യൂസ് ടു ആസ് എ മോഡൽ ഓക്സിലറി വേർബ്, സബ്ജക്റ്റിന്റെ തൊട്ട് ശേഷം ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ സബ്ജക്റ്റ് ആണ് യൂസ് ടു വരിക. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു നൗ.